ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ ഉപ്പ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് കേടോ ചതവോ പൊട്ടലോ ഇല്ലാത്ത കുറച്ച് പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങയുടെ പുറത്തെല്ലാം ഒരുപാട് അഴുക്കുണ്ട്. ഇത് നമുക്ക് ആദ്യമേ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. വെറുതെ വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ മുകളിലെ അഴുക്ക് പോകില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു പുതിയ സ്ക്രബ്ബർ, നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന പുതിയൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ സോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറമേയുള്ള അഴുക്കൊക്കെ പോയി മാങ്ങ നല്ല വൃത്തിയായി കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. കഴുകിയെടുത്ത മാങ്ങ വെള്ളം തോരാൻ വേണ്ടി മാറ്റിവെക്കാം. മാങ്ങ കഴുകി വെച്ചിട്ട് ഒരു ദിവസമായി. അടുത്ത ദിവസമാണ് ഇതെടുക്കുന്നത്. നല്ലതുപോലെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഇതിനകം തുണി വെച്ച് തുടയ്ക്കാൻ പാടില്ല. അതിന് പകരം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഈ കാണുന്നത് പോലെ കുപ്പിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നത് പോലെ ഒന്ന് റിൻസ് ചെയ്തെടുക്കണം. വളരെ ശ്രദ്ധിച്ച് കുപ്പിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെള്ളം കളയാം. ഇതുപോലെ ഒരു തവണ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും കുപ്പി വൃത്തിയായി കഴിഞ്ഞു. കുപ്പി വൃത്തിയാക്കിയ വെള്ളം വേറൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് നമുക്ക് കളയാം. 1.25 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് 250 ഗ്രാം ഉപ്പ് ചേർക്കാം. ഉപ്പ് നല്ലതുപോലെ വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. ഇനി കുപ്പിയിൽ മാങ്ങ നിറച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം വേണം കുപ്പിയിലേക്കിടാൻ. കുപ്പിയിൽ കൊള്ളാവുന്നത്ര മാങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് ഈ കുപ്പി ഒന്ന് കുലുക്കി മാങ്ങ ഇതിൽ കൊള്ളിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കാം. വെള്ളം ഇതിൻ്റെ നെക്ക് വരെ മാത്രമേ ഒഴിക്കാവൂ. കുറച്ച് സ്പേസ് ഇട്ടിരിക്കണം. കുപ്പിയുടെ നെക്കിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം നിൽക്കാവൂ. ഞാൻ ഒഴിച്ചത് സ്വല്പം കൂടിപ്പോയി. ഇനി ഇത് അടപ്പടച്ചതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. ഇതേപോലെ 3 ആഴ്ച മുമ്പ് ഇട്ട മാങ്ങയാണിത്. ഇതിൽ പൂപ്പൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് മൂടി കെട്ടിവെക്കാം. പൊടിയും അഴുക്കും ഒന്നും ഇതിൻ്റെ മുകളിലും അടപ്പിലും ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അടുത്ത മാങ്ങയുടെ സീസൺ ആകുന്നിടം വരെയും ഇതുപോലെ പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്